ഹായ്. സത്യം പറഞ്ഞാണ്ടല്ലോ ഞങ്ങൾക്കാ എല്ലാവർക്കും വയ്യ, തീരെ മണിക്ക് 2 ദിവസമായിട്ട് നല്ലൊരു പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപ്പുച്ചുണ്ട്. അത് 2 ആക്സിഡൻറ്റ്, 2 അപകടം. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. സംഭവിച്ചിട്ട് കുറച്ച് ദിവസമായി, വിഷുവിന് മുമ്പായിരുന്നു സംഭവം. അത് രണ്ടും ഒരേ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നും പുറകും ഉള്ള ദിവസങ്ങളിലായിരുന്നു. ആദ്യത്തെ ദിവസം നമുക്ക് ഈ കുടിവെള്ളത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ അത് ചെറിയ ചെറിയ സപ്ലൈ ഒക്കെ വണ്ടിയിൽ വെച്ച് തന്നെ ഓട്ടോയിൽ വെച്ച് തന്നെ കൊടുക്കാറാണ് പതിവ്. അപ്പോൾ അത് ഒരു 10 ബോട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. ക്രോസ് ചെയ്തതാണ്, അടുത്ത റോഡിലേക്ക് ക്രോസ് ചെയ്തതാണ്. ബാരിക്കേഡ് വെച്ചെടുത്ത് നിന്ന് അടുത്ത റോഡിലേക്ക് ക്രോസ് ചെയ്ത് കയറിയതാണ്. നേരെ ബാക്ക് വീല് ഡിവൈഡറിൻ്റെ മുകളിൽ കയറി പോയിട്ട് വണ്ടി ഒരു മറിച്ചിൽ മറിഞ്ഞു. സംഭവം നേരെ തിരിഞ്ഞു വന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വണ്ടിയിൽ നിന്ന് തെറിച്ചുപോയി. ഹാൻഡിൽ ഭാഗ്യത്തിന് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഹാൻഡിൽ നിന്ന് പിടുത്തം വിട്ടിട്ടില്ലായിരുന്നു. ഹാൻഡിൽ നിന്ന് പിടുത്തം വിടാതിരുന്നത് കൊണ്ട് ഞാൻ നേരെ ചരിഞ്ഞപ്പോഴത്തേക്ക് കാല് ചെന്ന് നേരെ തറയിൽ മുട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് വണ്ടി നൂത്തത്. പക്ഷേ എൻ്റെ ശരീരം മൊത്തവും പോലെ ഞാൻ വിചാരിച്ചു വണ്ടി മറിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അടിയിൽ പോകുമായിരിക്കും. ബാക്കിൽ നിന്ന് നല്ല വണ്ടികൾ വരുന്നുണ്ട്. പെട്ടെന്ന് എനിക്ക് എന്താ പറ്റിയെന്ന് അറിയാതെ ഞാൻ ആകെ ടെൻഷനായി പോയി. അപ്പോൾ അവിടെ ഒരു പോലീസുകാരനൊക്കെ നിൽപ്പുണ്ടായിരുന്നു. പുള്ളിയൊക്കെ ഓടി വന്നു. പുള്ളി പോലും കണ്ടില്ല എന്താണ് സംഭവിച്ചത്. പക്ഷേ ആ ഒരു നിമിഷത്തെ ആ ഒരു സംഭവം ഭയങ്കരമായി പോയി. വല്ലാതെ അത് ആരുടെ ഭാഗ്യം കൊണ്ടാണോ മോളുടെ ഭാഗ്യം കൊണ്ടാണോ അങ്ങനെ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് അങ്ങനെ റിക്കവറി ആയത്. എല്ലാ പാലത്തിലുണ്ടാവും ഒരു കട്ടിങ് വരുന്നില്ല, റോഡ് താഴ്ന്നത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു കട്ടിങ് അതേപോലെ ഒരു 10 ബോട്ടിൽ വെള്ളം ഉള്ളായിരുന്നു. ബാക്കിൽ ഇത്തിരി ലോഡായിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ആ പാലത്തിലേക്ക് കയറിയപ്പോഴത്തേക്ക് വണ്ടിയുടെ ഫ്രണ്ട് നമ്മളൊരു ഒറ്റ പൊങ്ങൽ പോകും. ഫ്രണ്ട് പൊങ്ങിയിട്ട് ഞാനിങ്ങനെ മുകളിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കണേയാണ്. ഫ്രണ്ട് ടയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഞാനത് ഫ്രഷ് ടയറായിട്ട് തന്നെ ഉപയോഗിക്കുകയുള്ളൂ. വണ്ടിയൊക്കെ ടെസ്റ്റ് ഇട്ട കാരണം വണ്ടി എപ്പോഴും പെർഫെക്റ്റ് തന്നെയാണ്. പിന്നെ ഈ കണക്ട് ചെയ്ത് ഞാൻ റിലേറ്റഡ് ആയിട്ട് പറയല്ല. ഈ സംഭവം എനിക്ക് അടുത്ത ദിവസം ഈ കഴിഞ്ഞ ദിവസം വാവിനെ അന്ന് അപകടം നടക്കുന്ന ദിവസം വാവിനെ കുളിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ ആൾ നല്ല വികൃതിയാണ്, കണ്ടില്ലേ? ഇതുപോലെ നല്ല വികൃതിയാണ് ആൾക്ക്. അപ്പോൾ വെറുതെ കൂടി വന്നിക്കണേയാണ്. അപ്പോൾ ഈ കുളിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ ആൾ എണ്ണ തേച്ച് വെച്ചിരുന്ന സമയത്ത് 2-3 തവണ ഇറങ്ങി പോയി. അപ്പോഴെല്ലാം പിടിച്ച് വെച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് വാവ ഞാൻ നല്ലൊരു വഴക്ക് പറഞ്ഞിട്ട് അവൻ നല്ലപോലെ കരഞ്ഞു. അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടവും വിഷമമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് വെച്ച് റിലേറ്റഡ് ചെയ്ത് ഞാൻ പറയുമല്ല, എങ്കിലും അങ്ങനത്തെ ഒരു സാഡ് മൂഡിലായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ അന്നാണ് ഈ അപകടം സംഭവിച്ചത്. അന്ന് ആ മോളിൽ പൊങ്ങിപ്പോയ സമയത്തും ഇതുപോലെ വണ്ടിയിൽ വേറെ കയറി മറിഞ്ഞ സമയത്ത് അന്നൊരു വലിയൊരു അപകടമാണ്. അത് രണ്ടും സംഭവിച്ചത് വലിയൊരു അപകടമാണ്. അതിന് ഒഴിവാക്കി അപ്പോൾ നമുക്ക് വയ്യെങ്കിലും അടങ്ങിയിരിക്കില്ല. ഇതാണ് വികൃതി തരം എന്ന് പറയുന്നത്. ഒരു സംഭവം സമ്മതിക്കത്തില്ല. കുഴപ്പം വേറെ കുഴപ്പമായിട്ടൊന്നുമില്ല, ഹാപ്പിയാണ്. ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കണേ. നമ്മുടെ ഏക വരുമാന മാർഗ്ഗമാണ് വണ്ടി. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ, എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അതും അങ്ങനെ ഒരു തീരാ നഷ്ടമായിട്ട് വന്നേനെ.